ഉയർപ്പ് 3 വെള്ളി. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം. കൈ ശോഷിച്ചവന് സൗഖ്യം. വലതു കൈ ശോഷിച്ച ഒരുവനെ കാരുണ്യപൂർവ്വം യേശു സുഖപ്പെടുത്തുമ്പോൾ അത് കണ്ടുനിന്ന നിയമജ്ഞരും ഫരിസേയരും രോഷാകുലരായി യേശുവിന് എന്താണ് ചെയ്യേണ്ടതെന്ന് പരസ്പരം ആലോചിക്കുന്നു. എന്നാൽ യേശുവിൻ്റെ ദൈവികമായ പ്രബോധനങ്ങളും നന്മപ്രവൃത്തികളും കണ്ട പലരും സന്മനസ്സോടെ അവനെ പ്രതി ദൈവത്തെ മഹത്വപ്പെടുത്തി. നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും പോയി യോഹന്നാനെ അറിയിക്കുക. അന്ധന്മാർ കാഴ്ച പ്രാപിക്കുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരാക്കപ്പെടുന്നു, ബധിരർ കേൾക്കുന്നു, മരിച്ചവർ ഉയിർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. എന്നിൽ ഇടർച്ച തോന്നാത്തവർ ഭാഗ്യവാന്മാർ. മനുഷ്യനെ പരിപൂർണനാക്കാൻ വന്നവനാണ് യേശു. ശരീരത്തെ മാത്രമല്ല, അതിലധികമായി അവൻ്റെ ആത്മാവിനെയും. ആരോഗ്യമുള്ളതും ഇല്ലാത്തതുമായ ശരീരത്തെയും എന്ന പോലെ ആരോഗ്യമുള്ളതും ഇല്ലാത്തതുമായ മനസ്സിനെയും അവൻ തിരിച്ചറിഞ്ഞു. അവൻ പറഞ്ഞു, കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായി തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സാബത്ത് ആചരിക്കണമെന്ന ദൈവത്തിൻ്റെ കൽപ്പന പോലും തൻ്റെ അധികാരത്തിന് വിധേയമാണെന്നുള്ള ഒരു പ്രഖ്യാപനം കൂടിയായിരുന്നു സാബത്ത് നാളിൽ കൈ സുഖപ്പെടുത്തിയ ഈ സംഭവം. സാബത്ത് നിയമം ഉൾപ്പെടെ എല്ലാ നിയമങ്ങളും യേശു പ്രഘോഷിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ പ്രകാശത്തിൽ പുനർവ്യാഖ്യാനിക്കുകയാണ് അവൻ. ജന്മന അന്ധരായവരെയും മുടന്തുള്ളവരെയും തുടങ്ങി എല്ലാ രോഗികളെയും സുഖപ്പെടുത്തിക്കൊണ്ട് ഈ അധികാരം തനിക്കുണ്ടെന്ന് അവൻ വെളിവാക്കി. തനിക്കുള്ള ഈ അധികാരം നന്മ ചെയ്യുവാനും ശുശ്രൂഷ ചെയ്യുവാനുമുള്ളതാണെന്നും അവൻ സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ചു.